ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 7-ാം വാക്യം. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. പിടിക്കപ്പെട്ട വ്യഭിചാരിണിയെ ഈശോയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരികയാണ്. അവളെ കുറ്റം വിധിക്കാനായിട്ട് ഈശോയോട് പറയുമ്പോൾ ഈശോ പറയുന്ന മനോഹരമായ വാക്കുകളാണ്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. സ്നേഹമുള്ളവരെ, ഈ നോമ്പിന്റെ ഈ ദിനങ്ങളില് ഈശോ ഈ ഒരു വചനം എനിക്ക് നൽകുമ്പോൾ ഒരു കാര്യം എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിന്റെ ജീവിതത്തില് നിനക്ക് ആരെയും വിധിക്കാനായിട്ട് അവകാശമില്ല എന്ന് തിരിച്ചറിയാൻ പറ്റണം. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും സന്തോഷം കണ്ടെത്തുന്നത് എന്താണ്? അവരന്റെ ജീവിതത്തിലെ കുറവുകൾ കണ്ടെത്തി അത് മറ്റുള്ളവരോട് കൊട്ടിഘോഷിക്കാനായിട്ട്, അവരനെ തിരുത്താനായിട്ട് പരിശ്രമിക്കുന്ന വ്യക്തികളാണ് നമ്മൾ, അല്ലെ? നമ്മുടെ കണ്ണില് തടിക്കഷ്ണം ഇരിക്കുമ്പോഴും നമ്മൾ അവരന്റെ കണ്ണിലെ കരട് എടുത്തു കളയാനായിട്ട് പരിശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് വചനത്തോട് ഈശോ കൃത്യമായിട്ട് പറയുന്നത്, ആരെയും വിധിക്കാനായിട്ട് നിനക്ക് അവകാശമില്ല. നീ തിരുത്തേണ്ടത് നിന്റെ ജീവിതത്തിലാണ്. അതുകൊണ്ടാണ് പറയുന്നത്, പാപമില്ലാത്തവൻ അവളെ കല്ലെറിയട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തില് പാപമില്ലേ? ഇഷ്ടംപോലെ പാപമുണ്ടല്ലേ? അറിഞ്ഞും അറിയാതെയും ഓരോ നിമിഷവും എന്റെ വാക്കുകൊണ്ട്, എന്റെ ചിന്ത കൊണ്ട്, എന്റെ പ്രവൃത്തി കൊണ്ട് നമ്മളൊക്കെ പാപം ചെയ്യുന്നുണ്ട്. നമ്മൾ മനുഷ്യരാ, ബലഹീനരാ, കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്. അതുകൊണ്ട് എനിക്കൊരിക്കലും മറ്റുള്ളവരെ വിധിക്കാനായിട്ട് അവകാശമില്ല. ഞാൻ എപ്പോഴും വിധിക്കേണ്ടത് എന്നെ തന്നെയാ. എന്റെ ജീവിതത്തിലെ എന്റെ കുറവുകളും എന്റെ പോരായ്മകളും കൃത്യമായിട്ട് മനസ്സിലാക്കി ഞാൻ എന്നെ വിധിച്ച് എന്റെ ജീവിതത്തിലെ കുറവുകൾ പരിഹരിക്കണം. അവരനെ വിധിക്കാനായിട്ട് എനിക്ക് അവകാശമില്ല. വിധിക്കാനായിട്ട് ഒരുവന് മാത്രമേ അവകാശമുള്ളൂ, പാപമില്ലാത്തവൻ. അതാരാ? എന്റെ ദൈവത്തിന് മാത്രമേ മറ്റുള്ളവരെ വിധിക്കാനായിട്ട് അവകാശമുള്ളൂ. എനിക്കൊരിക്കലും അവരനെ വിധിക്കാനായിട്ട് അവകാശമില്ല. സ്നേഹമുള്ളവരെ, ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. മറ്റുള്ളവരുടെ കുറവിലേക്ക് നോക്കേണ്ടവരല്ല നമ്മളെപ്പോഴും നോക്കേണ്ടത് മറ്റുള്ളവരുടെ നന്മയിലേക്ക് നോക്കണം, അവരെ പ്രോത്സാഹിപ്പിക്കണം. ആരുടെ കുറവിലേക്കാണ് നോക്കേണ്ടത്? എന്റെ കുറവിലേക്ക് നോക്കണം. സ്വയം കുറവിലേക്ക് നോക്കി അത് പരിഹരിക്കുന്നവനാണ് ദൈവസന്നിധിയില് സ്വീകരിക്കപ്പെടുന്നത്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഈ നോമ്പിന്റെ ഈ ദിനങ്ങളില് നമ്മളൊക്കെ ഒന്ന് ഇരുന്ന് ആത്മശോധന ചെയ്ത്, എന്റെ ജീവിതത്തില് മറ്റുള്ളവരെ വിധിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടോ? ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുവാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നത് പോലെ സ്വയം തിരുത്തി നമ്മളിലേക്ക് തന്നെ നോക്കി നമ്മുടെ കുറവുകൾ പരിഹരിച്ച് ഈ ഭൂമിയിൽ വിശുദ്ധിയോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.